കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചതായി പരാതി. കോതനെല്ലൂർ സ്വദേശിനിയായ ശാലിനി അംബുജാക്ഷനാണ് മരിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിൽ DNC പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു രോഗി. അധിക ഡോസ് മരുന്ന് നൽകിയതാണ് അമ്മയുടെ മരണത്തിന് കാരണമെന്ന് മരുമകൾ മിഥില ആരോപിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ ചികിത്സയ്ക്കെത്തിയ ശാലിനി അംബുജാക്ഷൻ ഗൈനക്കോളജി വിഭാഗത്തിൽ പരിശോധനയ്ക്കായാണ് എത്തിയത്. അവിടെ വെച്ച് പിന്നീട് കുഴഞ്ഞു വീഴുകയും തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച് മരണം സംഭവിക്കുകയുമായിരുന്നു. ചികിത്സാ പിഴവ് മൂലമാണ് അങ്ങനെ മരണം സംഭവിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇപ്പോൾ ശാലിനിക്കൊപ്പം ആശുപത്രിയിലെത്തിയ മരുമകൾ മിഥില നമ്മോടൊപ്പം ചേരുന്നു. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ആദ്യം അവരൊരു മെഡിസിൻ ഇൻസേർട്ട് ചെയ്തപ്പോൾ അത് പൊടിഞ്ഞു പോകുക ഏതാണ്ട് ചെയ്ത് അതവർ വാഷ് ഔട്ട് ചെയ്ത് കളയാതെ തന്നെ അവർ നെക്സ്റ്റ് മെഡിസിനും കൂടെ അവർ ഇൻസേർട്ട് ചെയ്ത്. അപ്പം അമ്മ അകത്ത് നിന്ന് പറയുന്നുണ്ട് 2 മെഡിസിൻ അവർ കയറ്റിയെന്ന് അമ്മ പറഞ്ഞു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അവരെന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയി റെസ്റ്റ് ചെയ്യുക, 7:30 3rd ഫ്ലോറിലോട്ട് നിങ്ങൾ വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 3rd ഫ്ലോറിലോട്ട് വരാനാണ് പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം അമ്മയ്ക്ക് പറഞ്ഞു എനിക്ക് ഒരു അസ്വസ്ഥതകളുണ്ട്, ശരീരം വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് നെഞ്ചിനകത്ത് ഇങ്ങനെ വേദന വരുന്നു, കൈയൊക്കെ ഇങ്ങനെ ചുളുങ്ങി പോവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്നേരം ഡോക്ടർ അന്നേരം വന്ന് അവരന്നേരം സ്ട്രക്ചറിലല്ല അവർ കൊണ്ടുപോയി, അവർ മറ്റേ ഇരുത്തുന്ന ചെയറിലാണ് അവർ കൊണ്ടുപോയി. വേറെ സ്റ്റാഫോ കാര്യങ്ങളോ കുറവായിരുന്നു. ഒന്നാമത്തെ കാര്യം ഒരു വിധത്തിൽ നിങ്ങൾക്കിപ്പോൾ അവിടുത്തെ ക്യാമറ വല്ലതും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുമ്പോൾ അമ്മ താഴെ വീണ അമ്മേനെ ഒരു വിധത്തിലാണ് ഞാൻ വലിച്ചു കയറ്റിയ ചെയറിൽ ഇരുത്തിയേക്കുന്നത്. നമുക്കൊന്നും ചെയ്യുന്നില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സൂപ്രണ്ടിന് പരാതി കൊടുത്തായിരുന്നു. ആ പരാതിയുടെ കോപ്പിയും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അമ്മേനെ അവർ അവിടുന്ന് മെയിൻ എമർജൻസി ICUയിലോട്ട് മാറ്റുന്നത്. അവിടുന്ന് മാറ്റിയ വഴിക്ക് തന്നെ അവർ പറഞ്ഞു റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്നേരം വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നവരെ അവരോട് ചോദിച്ചു. എന്നാൽ അവർ പറഞ്ഞു നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ എഴുതി തരുവാണെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. നമുക്കപ്പോൾ അത് അത്ര പോസിബിളായിട്ട് നമുക്ക് തോന്നിയില്ല. അപ്പോൾ അവരവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് അമ്മയ്ക്ക് വീണ്ടും ഒരു പാനിക് അറ്റാക്ക് പോലെ ഉണ്ടായി. CPR കൊടുത്തു. പക്ഷേ അമ്മ റിയാക്ട് ചെയ്യുന്നൊന്നുമില്ല. അവർ ഈ മെഷീനിലുള്ള 000 അത് കണ്ടുകൊണ്ടാണ് അവർ പറയുന്നത് വീണ്ടും അറ്റാക്ക് വന്ന്. മരുന്ന് നൽകിയത് ഡോസ് കൂടിയതാണോ? ഡോസ് കൂടി. കാരണം വേറെ ഇഷ്യൂസ് ഒന്നും അമ്മയ്ക്കില്ല. കാരണം സംശയം തോന്നാനുള്ള കാരണം തോന്നാൻ അവിടെ നിന്നൊരു സ്റ്റാഫ് എനിക്ക് എൻ്റെ പേരോ കാര്യങ്ങളൊന്നും ഒരു ID കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. പുള്ളി അവിടെ നിന്നുകൊണ്ട് ഞാൻ അമ്മയുടെ കൂടെ വന്നതെന്ന് പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. പുള്ളി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഇത് മരുന്നിൻ്റെ ഡോസ് കൂടിയത് കൊണ്ടാന്ന് പുള്ളി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. ഞാനത് അന്നേരം അത് കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറിനോട്, ഡോക്ടറെ ഇത് ഡോസ് കൂടി പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനത്തെ സ്റ്റാഫ് ഇവിടെ നിന്ന് പറഞ്ഞു. അവരെന്തായാലും ചിരിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഇതിൻ്റെ കാരണങ്ങളല്ല തിരക്കുന്നത്, പുള്ളിക്കാരനെ എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാമെന്നാണ് തിരക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരത് ഒഴിവാക്കി വിട്ട്. അന്നേരം നമുക്ക് മനസ്സിലായി അതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പില്ലാണ്ട് പറയത്തില്ലെന്ന് മനസ്സിലായി. എന്തായാലും ഗുരുതരമായ ഒരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. നിലവിൽ ഇത് സംബന്ധിച്ച് ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് പരാതി നൽകിയിട്ടുണ്ട്. ഗാന്ധിനഗർ പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ജോബിൻ തെക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.